നിങ്ങൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് കൂട്ടുകാരില്ലാതിരിക്കുക എന്നുള്ളത്. ഞാൻ എടുത്തു പറയുന്നത് 40കളുടെ കാലമാണ്. നിങ്ങൾ നേടിയതൊക്കെ എൻജോയ് ചെയ്യാൻ നിങ്ങളുടെ ചുറ്റും ആൾക്കാർ വേണ്ട ഒരു കാലം. അന്ന് നിങ്ങൾക്ക് ആൾക്കാരില്ലാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ദാരിദ്ര്യം. 3 കാലഘട്ടമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചങ്ങോട്ട് എടുത്തെടുക്കാം. നിങ്ങൾ ഇത്രയും നാൾ നേടിയ കൂട്ടുകാർ നിങ്ങളെ വിട്ടുപോകുന്നു. നിങ്ങൾ അളിയ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 2 തെറി കൂട്ടി തിരിച്ച് നിങ്ങളെ വിളിക്കാൻ മാത്രം സ്വാതന്ത്ര്യം അടുപ്പമുള്ള കൂട്ടുകാരായിരുന്നു. നിങ്ങൾ വളരെ ഫ്രഷായിട്ട് ചേട്ടാ പൊളിച്ചേക്ക ഇന്ന് പുതിയ പടം ഇറങ്ങും നമുക്ക് പടത്തിന് പോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അടുത്ത പ്രാവശ്യമായിട്ട് എന്ന് മാറ്റി വെക്കേണ്ടി വരുന്ന ലെവലിലോട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകൾ പോകുന്നു. അപ്പോൾ പുതിയതും ഇല്ല, അങ്ങാത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു ഇല്ലത്തോട്ട് എത്തിയില്ല എന്നുള്ള അവസ്ഥ വരും. അത് വേവ് ലെങ്ത് മാച്ച് ആകുന്നില്ല, അത് വേണ്ട, എനിക്ക് അങ്ങോട്ട് കൂടുതൽ താല്പര്യമില്ല. 40 കഴിഞ്ഞ് ഇതാണ് ജീവിതം. ഹലോ ഫ്രണ്ട്സ്, ഈ ചാനലിലേക്ക് സ്വാഗതം. UK മാത്രം എന്നെ ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ, ഏത് വിദേശ രാജ്യത്തായിക്കോട്ടെ, നിങ്ങളൊരു പ്രവാസി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് കൂട്ടുകാരില്ലാതിരിക്കുക എന്നുള്ളത്. ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് ഇപ്പം ഒരു ചർച്ചാ വിഷയമായിട്ട് മിക്കവാറും എല്ലാ ഗ്രൂപ്പുകൾക്കകത്ത് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൂട്ടുകാരില്ലാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പ്രത്യേകിച്ച് ഞാൻ കണ്ടുവരുന്നത് ഒരു 20, 25, 30 വയസ്സ് കാലഘട്ടത്തിൽ നമുക്ക് പലരെയും കണ്ടുപിടിക്കാനും വർത്തമാനം പറയാനൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ, അതായത് ഞാൻ എടുത്തു പറയുന്നത് 40കളുടെ കാലമാണ്. 40കളുടെ കാലം കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരുടെ എണ്ണത്തിനകത്ത് ഭയങ്കര കുറവ് വരുന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്ന കൂട്ടുകാരെ പോലും നിങ്ങൾക്ക് കാണാൻ വയ്യാതെ വരുന്നു. അവരെവിടെ പോയെന്ന് അറിയത്തില്ല. അതുപോലത്തെ രീതിയിൽ ഒരു ജീവിതം മാറി വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് നിൽക്കുമ്പോൾ ഇത് കൂടുതലും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന, നിങ്ങളെ ഇല്ലാതായിക്കൊണ്ടിരുന്ന കാർന്നു വരുന്നൊരു പ്രോബ്ലം ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഇതിനകത്ത് ചർച്ചാ വിഷയം. നിങ്ങൾക്ക് ഒരിടത്ത് നിൽക്കുമ്പം നമ്മൾ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ പല ജോലിയുണ്ട്, സമ്പത്തുണ്ട്, നിങ്ങൾക്ക് നേടേണ്ടതൊക്കെ നിങ്ങൾ നേടണം എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ ഏതാണ്ട് നിങ്ങൾ നേടി നിൽക്കുന്ന കാലമാണ്. ജീവിതത്തിനകത്തെ ഫ്ലറിഷ്ഡായിട്ട് നിൽക്കുന്ന, നിങ്ങൾ നേടിയതൊക്കെ എൻജോയ് ചെയ്യാൻ നിങ്ങളുടെ ചുറ്റും ആൾക്കാർ വേണ്ട ഒരു കാലം. അന്ന് നിങ്ങൾക്ക് ആൾക്കാരില്ലാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ദാരിദ്ര്യം. ആൾക്കാർ ഇതിന് ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കും. അതിപ്പം ഭൂരിഭാഗം പെണ്ണുങ്ങളും പറഞ്ഞതാണ്, അയ്യോ ചേട്ടൻ ഫുൾ ടൈം കുടിയാണ്, ചേട്ടൻ ഫുൾ ടൈം അങ്ങ് നിരാശയാണ്, അവൻ എപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, പുള്ളി ഫുൾ ടൈം ടിവിയുടെ മുമ്പിൽ തന്നെ അങ്ങ് ഇരിക്കുവാണ്, പ്രത്യേകിച്ച് ഒരിടത്തോടും വെളിയിലോട്ട് ഇറങ്ങത്തില്ല, പുള്ളി ഒരിടത്തും പോകത്തില്ല. ശരി, പുള്ളി എങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇത് പെണ്ണുങ്ങളും കൂടെ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക്ക് പ്രത്യേകിച്ച് എടുത്തെടുത്തത്. 3 കാലഘട്ടമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചങ്ങോട്ട് എടുത്തെടുക്കാം. നമ്മൾ ഒരു യൗവന കാലത്തിൽ കൂടെ പോകുന്നു. അതായത് സ്കൂളിംഗ് മുതൽ നമ്മൾ കയറി വന്ന് യൗവനം കഴിഞ്ഞു, നമ്മൾ അത്യാവശ്യം ഒരു ജോലിക്കകത്തോട്ട് കയറുന്ന കാലം വരെ നമ്മൾ നാട്ടിലാണ്, അല്ലെങ്കിൽ നാടിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് രാജ്യത്തുനിന്ന് വരുന്നു ആ രാജ്യത്തിൻ്റെ ഒരു ചുറ്റുപാടത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അന്ന് നമുക്ക് കൂട്ടുകാർക്ക് ഒരു ക്ഷാമമില്ല, ഇഷ്ടം പോലെ കൂട്ടുകാർ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കുക, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പുറകോട്ട് ചിന്തിച്ച് നോക്കുക, കൂട്ടുകാരില്ലാത്തൊരു വളരെ കുറവായിരിക്കും, ഇഷ്ടം പോലെ കൂട്ടുകാർ. ഇനി അത് കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയിൽ കയറി, അപ്പോൾ ആ ജോലിക്കകത്ത് ആ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓടി നടക്കുകയാണ്. അന്നും ഇതേ സംഭവം തന്നെ, എന്നും പുതിയ ആൾക്കാർ, പാർട്ടികൾ, പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് വരുന്നു. നിങ്ങളുടെ വർക്ക് ലൈഫിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ നിങ്ങൾ നേടുന്നു. ആ നേട്ടങ്ങൾ എൻജോയ് ചെയ്യാനും അതിൻ്റെ പാർട്ടികൾ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട്. ആ കാലം കഴിഞ്ഞ് ആ ഒരു മധ്യവയസ്സിൻ്റെ കാലത്തിലൂടെ നിങ്ങളെത്തി. ശേഷം ഇനി ഈ പറഞ്ഞൊരു 40കളിലേക്ക് നിങ്ങൾ എത്തുന്നു. അതായത് മധ്യവയസ്കർ എന്നുള്ള ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഇനി പോവാണ്. അത് ഇനി റിട്ടയർമെൻറ്റ് കാലം വരെയുള്ളൊരു കാലം. റിട്ടയർമെൻറ്റ് കാലം കഴിഞ്ഞത്തെ കുറിച്ച് ഞാനൊന്നും പറയത്തില്ല, അത് വേറൊരു ലോകമാണ്, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് ഇനിയത്തെ കാലം. അതുകൊണ്ടാണ് ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിർത്തുന്നത്. ഈ പറഞ്ഞ മധ്യവയസ്സ് മുതൽ ആ റിട്ടയർമെൻറ്റ് കാലം വരെയുള്ള ഈ പ്രായം ഉണ്ടല്ലോ, ആ പ്രായമാണ് ഇവിടുത്തെ ഭൂരിഭാഗം പേരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. നിങ്ങൾ ഇത്രയും നാൾ നേടിയ കൂട്ടുകാർ നിങ്ങളെ വിട്ടുപോകുന്നു. നിങ്ങൾക്കൊരു പിടി ഇവരവിടെ പോയെന്നുള്ളത്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കോൺടാക്റ്റിലുണ്ടോ? ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഹായ് ഹൂയ് എന്ന് പറയുന്നതിനപ്പുറം ഇവരാരും നിങ്ങളെ കാണാൻ വേണ്ടി ഒരു രാജ്യത്തുനിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്നും ഇവിടെ ഓടി വരുന്നില്ല. നിങ്ങളൊരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പ്രതികരണം നിങ്ങൾക്ക് കിട്ടുന്നില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഈ പറഞ്ഞ ഓരോരുത്തരെയും നിങ്ങൾ അളിയ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 2 തെറി കൂട്ടി തിരിച്ച് നിങ്ങളെ വിളിക്കാൻ മാത്രം സ്വാതന്ത്ര്യം അടുപ്പമുള്ള കൂട്ടുകാരായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എന്തുകൊണ്ട്? ഇതിന് പ്രധാനമായിട്ടും 3 റീസൺസാണ് നമ്മൾ പറയുന്നത്. 1 പ്രോക്സിമിറ്റി, 2 ടൈം ലൈൻ, 3 എനർജി. ഈ 3 കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഇച്ചിരി ക്ലാരിറ്റി അവിടെ ഇവിടെ കിട്ടും. അതായത് നിങ്ങൾ ഒരു വിദേശ രാജ്യം എന്നുള്ള സംഭവം വിട്ടേക്ക്, നിങ്ങൾ എവിടെ വേണം നിൽക്കുന്ന ആൾക്കാർക്ക് ഈ 3 പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന വസ്തുവിനകത്തെ പ്രോക്സിമിറ്റി എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, നമ്മുടെ കൂടുതലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കാൻ വരുന്നു, നമ്മളെവിടെയും നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നു, അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്നു, അമ്പലത്തിൽ വരുന്നു, നിങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപെടുന്നു, സ്കൂളുകൾക്കകത്ത് മാറി നിങ്ങൾ ഓരോരുത്തർക്ക്
യാത്ര ചെയ്യുന്നു. സ്റ്റിൽ ഇതെല്ലാം നിങ്ങളുടെ നാടാണ് അല്ലേ, നിങ്ങൾ വളർന്ന നിങ്ങളുടെ നാടാണ്. നിങ്ങൾ ഇടപെടുന്നത് മുഴുവൻ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ലോക്കൽ ആൾക്കാരോട് നിങ്ങൾ ഇടപെടുന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഫ്രാൻസിലുള്ള ആളുടെ കൂട്ടത്തിൽ ഓൺലൈൻ ഗെയിം കളിക്കുമല്ല. നിങ്ങളുടെ പ്രോക്സിമിറ്റി നിങ്ങളുടെ ലോകത്തിനകത്ത് ചുരുങ്ങി നിൽക്കുന്നു. അപ്പം ഇന്ന് രാവിലെ കാണുന്നവനെ നമ്മൾ ഉച്ചയ്ക്കും കാണും, അവനെ വൈകുന്നേരം കാണും. സ്ഥലങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ, നമ്മൾ അതേ ആൾക്കാരെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പ്രോക്സിമിറ്റി ഈസ് ഹയർ. ഇനി ടൈം ലൈൻ. ഇപ്പം നിങ്ങളുടെ ഒരു സ്ഥലത്ത്, ഞാൻ ഈ പറഞ്ഞ ആ സ്കൂളിംഗ് കാലഘട്ടം കഴിഞ്ഞു, നിങ്ങൾക്ക് വളരെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. വാവ്, എപ്പോൾ വിളിച്ചാലും അവൻ എൻ്റെ അടുത്തുണ്ട്. ശരിയാണ്, 20കൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. 20കൾ 30കൾ വരെ നിങ്ങൾക്ക് ഇതുപോലെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇങ്ങനെ ഓടി വരുമെന്നുള്ള പരുവത്തിനായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ ഇരിക്കുന്നത്. ആ തിരിച്ചറിവ് 30കൾ മുതലാണ് തുടങ്ങുന്നത്. അങ്ങനല്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനല്ലല്ലോ തിരിച്ചറിയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം ലൈൻ മാറുന്നതാണ്. നിങ്ങൾ ചെന്ന് ഇറങ്ങുന്നത്, നിങ്ങൾ ഇത്രയും നാൾ സ്കൂളിൽ പഠിക്കുക പറയുമ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുമായിട്ടുള്ള ഇടപെടില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം നിങ്ങളുടെ ഏകദേശം സെയിം പ്രായമാണ് അല്ലെ, അതിനോട് 1, 2, 3 വയസ്സിൻ്റെ വ്യത്യാസത്തിനകത്തുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം. അതിനെയാണ് നിങ്ങൾ കൂട്ടത്തിൽ വിളിക്കുന്നത്. അല്ലാതെ 15 വയസ്സ് മുപ്പുള്ളൊരുത്തിനെ പിടിച്ച് കൂട്ടുകാരനാക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. അന്നത്തെ കാലത്ത് നല്ല ഒരു സ്കൂളിൽ പഠിച്ചവനും ഒരു ക്ലാസ്സിൽ പഠിച്ചവനും അങ്ങനെ പരിപാടി ചെയ്യില്ല. പക്ഷേ നിങ്ങളൊരു ജോലിക്ക് ചെന്നിറങ്ങുമ്പം നിങ്ങളുടെ ടൈം ലൈനിലുള്ള ആൾക്കാർ മാറിപ്പോയി. അതായത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തത് അടുത്ത വർഷം റിട്ടയർ ആകാൻ ഉള്ള അച്ചായൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടത്തിൽ വർക്ക് ചെയ്യുന്നവന് കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്. അവൻ പിള്ളേരുടെ പുതിയ വീടിൻ്റെ കയർത്താമസത്തിന് വേണ്ടി അവൻ ഓടി നടക്കുവാണ് വീട് പണിയായിട്ട്. പിന്നെ വേറെ ചേട്ടൻ കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ കൊച്ചിൻ്റെ MBBS കിട്ടുന്ന അഡ്മിഷന് വേണ്ടി അവർ ഓടി നടക്കുന്നു. നിങ്ങൾ വളരെ ഫ്രഷായിട്ട് ചേട്ടാ പൊളിച്ചേക്ക, ഇന്ന് പുതിയ പടം ഇറങ്ങും, നമുക്ക് പടത്തിന് പോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ യു നോ ദ ഡിഫറൻസ് നൗ. ദ ടൈം ലൈൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇതിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പലരും നിങ്ങൾ പറയുന്ന സ്റ്റൈലിനകത്ത് ജീവിതം എൻജോയ് ചെയ്യുന്ന പരുവത്തിലായിരിക്കില്ല. അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് മാറി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാറി, അവർ ജീവിതത്തെ കാണുന്ന വ്യൂ മാറി, അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ പ്രയോറിറ്റികളും ഡിഫറൻ്റ് ആണ്. ഇതാണ് ടൈം ലൈനിൻ്റെ കുഴപ്പം. ഈ ടൈം ലൈൻ ഭയങ്കര വേരിയഡായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ വസ്തു നമുക്ക് ഒരേപോലെ കൈകാര്യം ചെയ്യാൻ വയ്യാത്തത്. കാരണം ഇപ്പം നിങ്ങളുടെ ടീമിനകത്ത് നിങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് വെച്ചു, എല്ലാ 25 മുതൽ 30 വയസ്സുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ടീമിനകത്തുള്ളത്. ആ ടീം എന്നും റെഡിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ അന്നേരം അവർ പറന്ന് പിടിച്ച് പടത്തിന് പോകാൻ റെഡിയായിരിക്കുന്നു, പാർട്ടിക്ക് പോകാൻ റെഡിയായിരിക്കുന്നു, മറ്റവൻ്റെ കല്യാണത്തിന് പോകാൻ റെഡിയായിരിക്കുന്നു. അതാണ് നിങ്ങൾ സിനിമകളിൽ കാണുന്നത്. നിങ്ങൾ ഏത് പടം എടുത്തു, ഏത് പടത്തിനകത്തും നരേന്ദ്രപ്രസാദും പിന്നെ കുഞ്ചാക്കോയുടെ കൂട്ടുകൂടുന്ന പടമല്ല നിങ്ങൾ കാണുന്നത്. ഉണ്ടോ? അങ്ങനത്തെ പടങ്ങൾ നിങ്ങൾ കാണത്തില്ല. നമ്മൾ പുറത്ത് കാണുമ്പോൾ എന്തോ ചിന്തിക്കുന്നത്, വാവ് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, അതൊക്കെയാണ് ജീവിതം, ഇങ്ങനൊരു ജീവിതം ഉണ്ടോ? അങ്ങനൊരു ജീവിതം അൾട്ടിമേറ്റ്ലി ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിനകത്ത് അങ്ങനെ ജീവിതം കണ്ടു കിട്ടാത്തേയില്ല ഒരിടത്തും. അതാണ് ടൈം ലൈൻ ഡിഫറൻസ്. ഇനി എനർജി. നിങ്ങൾ വിയർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു സംഭവത്തിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഓരോരോ പരിപാടികൾക്ക്, ഇപ്പം ജോബിനകത്തായിക്കോട്ടെ, ബിസിനസ്സിനകത്തായിക്കോട്ടെ, നിങ്ങളുടെ പ്രയോറിറ്റികൾ ഇപ്പോൾ കല്യാണം കഴിച്ചു, പിള്ളേരായി, ഒത്തിരി കാര്യങ്ങളുടെ പറയുന്നത് നിങ്ങൾ ഓടി നടക്കുന്നു. ഇതിന് സ്പെൻഡ് ചെയ്യുന്ന എനർജി നിങ്ങൾക്ക് ആരെങ്കിലും കുത്തിയെടുത്ത് തരുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ദേഹത്ത് വരെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ഒരു ടൈം ലൈനിനകത്ത് ഓടിത്തുടങ്ങി 3 വർഷം, കല്യാണം കഴിച്ച് 3 വർഷമായി, അതിനോട് ബന്ധപ്പെട്ട കമ്മിറ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം പുതുതായിട്ടൊരു വെമ്പർനോത്തി വീട് വന്നു, അവരുടെ ബന്ധുക്കാർ വന്നു, അവിടുത്തെ ചടങ്ങുകൾ വന്നു. അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകളുടെ രീതി മാറി, എണ്ണം കൂടി, നമ്മൾ ഉണ്ടാക്കേണ്ട പൈസയുടെ ലെവൽ മാറി. ഇതുപോലത്തെ 100 കണക്കിന് പ്രഷർ കൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതേ സ്ഥാനത്ത് നിങ്ങളുടെ കൂടി ഇപ്പുറത്തെ സീറ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾ, പുള്ളിക്കാരൻ ഓൾറെഡി കൊച്ചിൻ്റെ കല്യാണത്തിന് സ്ത്രീധനം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് ഇതിനേക്കാട്ടും എത്രയോ വലിയ എനർജി, എത്രയോ വലിയ ഉത്തരവാദിത്തങ്ങളും അത്രയും ടെൻഷൻസുമാണ് പുള്ളിക്ക് ചുമക്കേണ്ടി വരുന്നത്. പുള്ളിക്ക് അപ്പം നിങ്ങൾ പറയുന്ന 20കളുടെ തമാശ കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയില്ല. ഹീസ് വിയറിങ് ഔട്ട്. നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനർജി ലെവൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മാനസികമാകാം, ശാരീരികമാകാം. അതുപോലെ പ്രായം കൂടുന്തോറും രോഗാവസ്ഥകൾ കൂടി വരുന്നു. അതും എനർജിയുടെ ഭാഗമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു പ്രത്യേകതയാണ്, ശരീരത്തിൽ ഒരു ചെറിയ വേദന വന്നാൽ നിങ്ങൾ ഈ കാണുന്ന ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, വാവ് എന്ന് പറയുന്ന, എനിക്ക് എന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞാൽ യുവത്വത്തിൻ്റെ ചൂരും ഉണ്ടല്ലോ, അതങ്ങ് മാറും. ഇതാണ് സാധാരണഗതിയിൽ വിയറിങ് ഔട്ട് എന്ന് പറഞ്ഞത്, എനർജി ഇല്ലാതാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞത്. ഈ 3 കാരണങ്ങളാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും അല്ലെ അവരെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുകയും ചെയ്യുന്ന 3 ഘടകങ്ങൾ. ഇതാണ് സാധാരണ ഒരു പൊതുവെയുള്ളൊരു കാഴ്ചപ്പാടിങ്ങനെയാണ് ഞാൻ പറയേണ്ടത്. UK പോലത്തെ സ്ഥലത്ത്, നിങ്ങളുടെ ഒരു സ്ഥലത്ത് ഇവിടെ വന്ന് ജോലിക്ക് കയറി ഒരു പുതിയ സ്ഥലത്ത്, പുതിയൊരു രാജ്യത്ത് വരുന്നു. ആ രാജ്യത്ത് നിങ്ങൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നിങ്ങൾ റെഡിയാണ്. നിങ്ങൾ എല്ലായിടത്തും ചാടി നിൽക്കാൻ ശ്രമിക്കുന്നു. അവർ പറയുന്ന കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റുകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കെല്ലാം നിങ്ങൾ റെഡിയായിട്ട് കൊടുത്ത് പോകാൻ ശ്രമിക്കുന്നു. കാരണം യു നീഡ് ടു ബ്രിങ് എ സർക്കിൾ, യു നീഡ് ടു ബിൽഡ് അപ്പ് എ ഫ്രണ്ട് സർക്കിൾ. ഇതാണ് നിങ്ങൾ പുതിയൊരു സ്ഥലത്ത് വെച്ച് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും ഇതെന്തുകൊണ്ട് വർക്കാകുന്നില്ല? കുറച്ച് കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഒന്ന്,
പുതിയ ഒരു ജീവിതത്തിലോട്ട് വരുമ്പം അതിൻ്റെ തിരക്കുകളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇത്രയും നാളും പരിചയിച്ച സ്ഥലത്തെ അല്ല. നമ്മൾ ഇന്ത്യ പോലത്തെ ഒരു സ്ഥലത്ത് പരിചയിക്കുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളും കുടുംബം നടത്തുന്ന രീതികളും ശമ്പളം കിട്ടുക, അതിനെ എങ്ങനെ ചിലവഴിക്കുക, അതിന് ചിലവുകൾ എന്തുമാത്രമുണ്ട്. ഇത് സാധാരണഗതിയിൽ എല്ലായിടത്തും സെയിമാണ്. അതല്ല UK പോലത്തെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഗൾഫ് പോലത്തെ ഒരു സ്ഥലത്ത്. നിങ്ങൾ ഓരോ 5 കിലോമീറ്റർ മാറുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ റെൻറ്റ് മാറുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ജീവിത ചെലവ് മാറുന്നുണ്ടായിരിക്കും, നിങ്ങൾ നിൽക്കുന്ന ജോലി, നിങ്ങൾ എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, വണ്ടികൾ, മറ്റുള്ള സംഭവങ്ങൾ, ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങളനുസരിച്ച് നിങ്ങളുടെ ചെലവും ഉത്തരവാദിത്തങ്ങളും കൂടുന്നുണ്ടായിരിക്കും. ഇത് ഒരു പുറം രാജ്യത്തെ ജോലിയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. നിങ്ങൾക്കറിയില്ലാത്ത വേറൊരു ഒരു 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 ജോഗ്രഫിയിലേക്ക്, വേറൊരു മെത്തേഡിലേക്ക്, വേറൊരു സ്റ്റൈൽ ഓഫ് ലിവിങ്ങിലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മാറുന്നു, കമ്മിറ്റ്മെൻറ്റ് കൂടുന്നു, ചെലവുകൾ കൂടുന്നു. തീർച്ചയായിട്ടും അതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് ഒത്തിരി ഓടേണ്ടി വരും. ഇത് നിങ്ങളുടെ, ഞാൻ മുമ്പേ പറഞ്ഞ പ്രോക്സിമിറ്റി ടൈം ലൈൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 2 ഫാക്ടറികൾക്ക് എക്സാക്ട്ലി മാച്ച് ആവും. ഇങ്ങനെ സൗഹൃദങ്ങൾ നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്കൊരു സമയവും മാനസികമായിട്ടൊരു ഒരു ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇല്ലാതായി പോകും. കാരണം ഇതിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആഴം കിടക്കുക. ഇതൊന്ന് തീർത്തിട്ട് വേണം ചെയ്യാം, കൂട്ടുകൂടാം, അടുത്ത പ്രാവശ്യമാട്ടെ എന്ന് മാറ്റി വെക്കേണ്ടി വരുന്ന ലെവലിലോട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകൾ പോകുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. 2, ഈ ജീവിത ശൈലിയിലെയും താല്പര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റം. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, അത്യാവശ്യം ശമ്പളമുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുവാണ്, ഇല്ല എൻ്റെ കൂട്ടുകാർക്ക് അത് ഇഷ്ടമല്ല, അല്ലെ അവർക്കാർക്ക് ഇത്രയും നല്ല ജോലി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പുതിയ വണ്ടി എടുക്കൂലേ, നിങ്ങൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറൂലേ, നിങ്ങൾ പുതിയ കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കൂലേ? ഇല്ല, നമ്മളത് മാറിക്കൊണ്ടേയിരിക്കും. പുതിയ കമ്മിറ്റ്മെൻറ്റുകളിലേക്ക് നമ്മൾ മാറും, നമ്മുടെ ജീവിത ശൈലി മാറും. ഇല്ലേ? എന്തുകൊണ്ടാണ്? നമുക്കതിനുള്ള വരുമാനം ആവതുമായി. സ്വാഭാവികമായിട്ടും പഴയ സുഹൃത്തുക്കളുടെ ജീവിത ശൈലിയായിട്ട് നിങ്ങൾക്ക് ചേരാൻ വയ്യാതെ വരുന്നു. കാരണം നിങ്ങൾ പറയുന്ന സ്റ്റൈലിലുള്ള ജോബും സെറ്റപ്പൊന്നും അവർക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും പഴയ കൂട്ടുകാരുടെ ജീവിതശൈലിയിൽ നിങ്ങളുടെ ജീവിതശൈലി മാച്ചാകാതെ വരുന്നു. ഇതേ പ്രശ്നം ഉണ്ടാകുന്നു. ആ കൂട്ടുകാരുടെ സെറ്റ് മാറിയിട്ട് വേറൊരു സെറ്റിലൂടെ മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റഡ് ആകാം, ചിലപ്പോൾ അല്ലാതാകാം. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല ആ പുതിയ സെറ്റ് എങ്ങനെ റൺ ചെയ്യേണ്ടതുള്ളത്. അത് ഇറ്റ്സ് എ ന്യൂ കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ് ഫോർ യു. ചിലപ്പോൾ അത് മാച്ചാകത്തില്ല. അപ്പോൾ പുതിയതും ഇല്ല, അമ്മാത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, ഇല്ലത്തോട്ട് എത്തിയില്ല എന്നുള്ള അവസ്ഥ വരും. പഴയ കൂട്ടുകാരെ വിട്ടുകളയുകയും ചെയ്തു, പുതിയ കൂട്ടുകാരുടെ ഗ്രൂപ്പിനകത്ത് നിന്ന് കയറുകയും ചെയ്തു. അവന്മാർക്ക് നിങ്ങളെ വിട്ട് വേണ്ടതാണ്. സെയിം പ്രോബ്ലം. നിങ്ങൾക്ക് കൂട്ടുകാരില്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നു. പിന്നെ ഇതിനകത്തെ വേറൊരു വലിയ, ഈ ജീവിതശൈലി പറയുമ്പോഴുള്ള വലിയൊരു വ്യത്യാസമാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ രീതി മാറി. അതായത് നിങ്ങൾക്ക് ഒരു വൈഫ് വന്നു, ആ വൈഫിന് ഇഷ്ടമാണോ വെള്ളമടിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയിരിക്കാൻ, അല്ലെ ആ പാർട്ടിക്കകത്ത് അവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇനി ചെയ്യാൻ പറ്റുമോ? കുടുംബത്തിനകത്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ വന്നിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ റെഡിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ, പക്ഷേ വൈഫിന് ഇഷ്ടമല്ല. പിന്നെ ഈ UK പോലത്തെ മറ്റുള്ള ഒരു പുറം രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അത് ഞാൻ വീണ്ടും പറഞ്ഞു, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, ബോംബെ ആയിക്കോട്ടെ, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇതേ പ്രശ്നമുണ്ട്. ഒരു ഭൂമിശാസ്ത്രപരമായിട്ടൊരു അകലമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ വാംത്നെസ് കിട്ടുന്നത് നിങ്ങളുടെ നാട്ടിലാണ്. അവിടോട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് നമ്മളൊരു പുതിയ സ്ഥലത്ത് ഇടുന്നു, ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം എപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലമാണ്, അവന് നമ്മളെ ഈ പറഞ്ഞ ട്രസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇവൻ എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടണം എന്നാണ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആ സാഹചര്യം എനിക്ക് അവനെ പഠിക്കാനും അവൻ എന്നെ പഠിക്കാനുള്ള സാഹചര്യം എല്ലായിടത്തും ഇല്ല. നമ്മൾ കാണുന്ന പലരും നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു പുതു ട്രെൻഡാണത്, ഇവൻ കണ്ണിങ്ങാണ്, ഇവൻ ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു, അവൻ ഇച്ചിരി സ്മാർട്ടായിരിക്കും, അവൻ മിടുക്കനായിരിക്കും, നിങ്ങളെക്കാളും കൂടുതൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വേവ് ലെങ്ത് അല്ല എന്ന്, അതാണ് വാചകം. വേവ് ലെങ്ത് ഞങ്ങൾ തമ്മിൽ മാച്ച് ആകുന്നില്ല. പണ്ട് നിങ്ങളെ പഴയ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ എന്ത് തമാശ പറഞ്ഞാലും എന്ത് കളിയാക്കിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഈ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൻ നിങ്ങളെ പറയുന്ന തമാശ ഒരു തുള്ളി കയറിപ്പോയാൽ, ഒരു ചെറിയ മീറ്റർ കയറിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അത് വേവ് ലെങ്ത് മാച്ച് ആകുന്നില്ല, അത് വേണ്ട, എനിക്ക് അങ്ങോട്ട് കൂട്ടുകാർ താല്പര്യമില്ല എന്ന് ഒന്നുകിൽ നിങ്ങൾ തീരുമാനിക്കും, അല്ലെ അവർ തീരുമാനിക്കും. ഇതാണ് പുതിയ കൂട്ടുകാരെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്നത്. ഇതിൽ പുതിയ സ്ഥലത്തിനകത്ത് വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരായിട്ട് ഇടപെടുന്നത്, ഇവരുടെ ഭാഷാപരമായിട്ടുള്ള അക്സെൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഡബിൾ മീനിങ് തമാശകളുണ്ട്, F കൂട്ടിയും C കൂട്ടിയും നോർമലി വർത്താനം പറഞ്ഞെടുത്തൻ. ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റഡ് ആണോ അല്ലയോ? അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ കൂട്ടുകാരനെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കുട്ടികളുടെ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയോ ഇല്ലയോ? ഈ ചോദ്യം നിങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. വീണ്ടും ഇവിടെ കിട്ടിയ വളർത്താൻ നിങ്ങൾക്ക് പറ്റാതെ വരുന്നു. ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. മലയാളി കമ്മ്യൂണിറ്റിയുടെ വേറൊരു കുഴപ്പമാണ്, നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കിയിട്ട് അത് എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ വാങ്ങിക്കും, കാറ് വീടൊക്കെ വാങ്ങിക്കും, എന്നിട്ടോ കല്യാണം കഴിക്കും, അടുത്ത മാസം കല്യാണം കഴിക്കുന്നതാണ്. പിന്നെ പിള്ളേരെ വളർത്തി, ഞങ്ങളുടെ സമ്പത്ത് കൂട്ടി, ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബേസിക്കലി എനിക്കൊരു കുടുംബം വേണം, എനിക്കുള്ള ആൾക്കാർ വേണം. അതായത് കുടുംബം എന്നുള്ള സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ ചെയ്യുന്ന മൊത്തം. ഇവിടെ ഒരിടത്ത് നിങ്ങൾ പറയുന്നില്ല
ഞാനിതെല്ലാം ചെയ്തിട്ട് കൂട്ടുകാരുടെ കൊടുത്ത് ബാലിക്ക് ട്രിപ്പ് പോകും, ഇന്തോനേഷ്യക്ക് ഇവിടെ പോകും, ദുബായിൽ നിന്ന് ഇതിൻ്റെ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടും എന്നല്ല നിങ്ങൾ പറയുന്നത്. കാശുണ്ടാക്കിയിട്ട് ഈ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ. പക്ഷേ അവിടെ അവഗണിക്കപ്പെടുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കൂട്ടുകാരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഭവത്തിന് പ്രാധാന്യം കുറഞ്ഞു പോകുന്നു. എനിക്കൊരു പേഴ്സണൽ ആരോഗ്യമുണ്ട്, എനിക്ക് കുറച്ച് എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ എനിക്ക് കൂട്ടെന്ന് പറഞ്ഞൊരു വസ്തു വേണം, കൂട്ടുകാരും വേണം എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കപ്പാസിറ്റി നമ്മുടെ ഗ്രൂപ്പിലില്ല. വേറെ രാജ്യത്ത് ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്നറിയോ, നിങ്ങൾ ഈ ഒരു കാര്യമില്ലാത്ത ആത്മാർത്ഥതയ്ക്കും ഗുണമേന്മയ്ക്കും വേണ്ടിയുള്ള തിരച്ചിലാണ്. അവൻ്റെ ഫ്രണ്ട്ഷിപ്പിന് ക്വാളിറ്റി ഉണ്ടോ, ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എനിക്കെന്തിനും അടുത്തൊരു സ്റ്റെപ്പിലൂടെ കയറാൻ പറ്റുമോ, അതോ എനിക്കെന്തിനും ബെറ്ററായിട്ട് അവൻ്റെ ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയാണ് പിന്നത്തെ നോട്ടം. ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കൂട്ടുകൂടുന്നിട്ട് ഇത് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ വൈകുന്നേരം വെളിയിൽ നിന്ന് ഇറങ്ങി ഒരു സിനിമ കണ്ട് തിരിച്ചു വന്ന് അവൻ്റെ വഴിക്കും ഞാനെൻ്റെ വഴിക്കും പോകുമായിരിക്കും. പക്ഷേ ആ സ്പെൻഡ് ചെയ്യുന്ന 2 മണിക്കൂറുണ്ട്, അതിന് ഇത്രയും ക്വസ്റ്റ്യനുകൾ ചോദിക്കേണ്ട ആവശ്യമൊന്നും കാണത്തില്ല. അവൻ പറയുന്ന പല കഥകൾ മാത്രമായിട്ട് കേട്ടാൽ മതി. അവൻ അത്രേ പറയാൻ താല്പര്യമുണ്ടെന്നേ, അല്ലെ അവർക്ക് അത്രേ പറയാൻ താല്പര്യമുള്ളൂ, അത് മതി. അത് കേട്ടിട്ട് നിങ്ങളുടെ വഴിക്ക് പോകും, അത് ചെയ്യൂല. പകരം ഒരാവശ്യമില്ലാത്ത ആത്മാർത്ഥതയും ഗുണമേന്മയും ചെക്കിക്കൊണ്ടിരിക്കും. ഇതെന്താ കണ്ണൻ ദേവൻ ചായ. ഇനി ഈ ഗുണമേന്മ തപ്പുന്നതിനകത്തെ ഞാൻ പുച്ഛിച്ച് പറയുമല്ല, ആ ഗുണമേന്മ തപ്പുന്നത് മനുഷ്യൻ്റെ നോർമലായിട്ടുള്ളൊരു പ്രോഗ്രഷൻ എന്നും കൂടെ വേണം പറയാൻ. പെണ്ണുങ്ങളുടെ കേസ് കിട്ടിനകത്ത് സത്യം പറഞ്ഞത് ഇത് ഭയങ്കര കോമഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ പെണ്ണുങ്ങളെ നമ്മൾ അങ്ങനെ പുച്ഛിച്ച് പറഞ്ഞത്. ആണുങ്ങളുടെ കേസ് കിട്ടിനകത്ത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങൾക്ക് വേണ്ടി അതാണ് അവരുടെ ക്വാളിറ്റി എന്ന് ചെക്ക് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പറയണം, 2 അടിച്ചു, ഞാൻ സമാധാനത്തോടെ എന്ന് മനസ്സ് തുറക്കാൻ വേണ്ടി വരുന്നത്. ആ മനസ്സ് തുറക്കുന്ന സാധനം എനിക്കെതിരെ പണിയുന്നതാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് വെച്ചോ, അപ്പോൾ പിന്നെ എനിക്ക് അവനോട് കൂട്ടുകൂടാൻ പറ്റത്തില്ല. അപ്പോൾ കെട്ടുകാഴ്ച പിടിക്കുന്ന ബന്ധങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ തുടങ്ങും. അതിനർത്ഥമില്ല. ആ ബന്ധങ്ങളെല്ലാം കോമ്പറ്റീഷൻ്റെ മാത്രം ഭാഗമായിപ്പോയി. അപ്പോൾ അത്തരം ബന്ധങ്ങൾ വിട്ടേച്ചും സിൻസിയർ ആയിട്ടുള്ള ബന്ധങ്ങൾ തപ്പാൻ തുടങ്ങും. അങ്ങനെ തപ്പുമ്പം ചിലപ്പോൾ നമ്മൾ ചെറുപ്പം മുതലുള്ള കൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് പോലും 50 പേരിൽ 20 പേര് കൂട്ടുകാരുണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ അത് 2-3 പേരോട് മനസ്സ് തുറക്കാൻ പറ്റുന്നത് ഇല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2-3 പേരോട് നിങ്ങൾക്ക് മനസ്സ് തുറക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതലൊന്നും എടുത്ത് പറയാൻ പറ്റുന്നില്ല. മറ്റുള്ള ആൾക്കാരെ വിളിച്ചാലും മെയിൻറ്റെയിൻ ചെയ്താലൊക്കെ കാര്യങ്ങൾ പറയുമെന്നുള്ളതല്ലാതെ ഒരു പരിധിക്ക് മുകളിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ഇടപെടാൻ വയ്യാതെ വരുന്നു. മാസത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആകെ 4 പേരോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ 4 പേരുടെ കൂട്ടത്തിൽ നിങ്ങൾ മണിക്കൂറുകൾ വർത്താനം പറയും. ബാക്കിയുള്ളവരുടെയൊക്കെ വർത്താനം പറഞ്ഞ് ഇവിടെ 1 പറഞ്ഞ് 2 പറഞ്ഞ് കമൻറ്റുകൾ മാത്രം പറഞ്ഞ് നിങ്ങളത് നിങ്ങളുടെ വഴിക്ക് കടന്നു പോവുകയാണ്. അത് 40കളുടെ അല്ലെ 50കളുടെ പ്രത്യേകതയാണ്. ആ പ്രായമാകുമ്പോൾ നിങ്ങൾ ആ രീതിയിലൂടെ സെറ്റായി വരുന്നു. ദയവ് ചെയ്ത് സുഹൃത്തുക്കളുടെ എണ്ണം കുറയുന്നുള്ളതൊരു നെഗറ്റീവ് ഇമേജായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു കഴിവുകേടൊന്നും അല്ലത്. അതായത് ആൾക്കാർ ചിന്തിക്കുന്നത് കൂട്ടുകാരില്ല, എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം എന്ന് പറയുന്ന ഒത്തിരി പേര് ഞാനിപ്പോൾ ചുറ്റുപാടും കാണുന്നുണ്ട്. കാരണം ഭാര്യമാർ ഭൂരിഭാഗം സ്ഥലത്തും വർക്ക് ചെയ്യുന്നത് നേഴ്സുമാരായിട്ടോ അഡ്മിൻസായിട്ടോ മറ്റുള്ള മാനേജിങ് പോസ്റ്റൊക്കെ ഭാര്യമാർ വർക്ക് ചെയ്യുകയാണ്. ഇവർക്ക് കൂട്ടുകാരില്ലാതെ ഒരു പ്രശ്നം തോന്നുന്നില്ല. കാരണം ഇവർ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ചലനാത്മകമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ്. എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വളർച്ചയിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ദിവസത്തിനകത്ത് പലരോട് അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ജസ്റ്റ് നോർമൽ. വീട്ടിൽ വരുമ്പം അവർക്ക് അത് റിലാക്സേഷനാണ്. വീട്ടിൽ വരിക എന്ന് പറയുന്നത് ഇത്രയും നേരം തിരക്ക് പിടിച്ച് വർത്താനം പറയുകയും കൂട്ടുകൂടുകയും ചേർത്തണം. അവർ വീട്ടിൽ വരുന്നു, സമാധാനമായിട്ടിരിക്കുന്നു, വീണ്ടും ജോലിക്ക് പോകുന്നു. കെട്ടിയവൻ അങ്ങനെയല്ല. കെട്ടിയവൻ ചിലപ്പം ഗോഡൗണിലായിരിക്കും ജോലി, അല്ലെങ്കിൽ ടില്ലിലായിരിക്കും ജോലി, അല്ലെങ്കിൽ അവൻ ലോറി ഓടിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവൻ ടാക്സി ഓടിക്കുമായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യായിരിക്കും. അവന് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഒറ്റപ്പെടലാണ്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ വിചാരം നാട്ടിലോട്ട് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ പണ്ടത്തെ ജീവിതം എന്തൊരു ജീവിതമായിരുന്നു. ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ കല്യാണം കഴിച്ചു, അതുവരെ എന്നാ ജീവിതമായിരുന്നു, ഞാൻ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കല്യാണം കഴിച്ചുകൊണ്ടാണ് അത്ര ഈ പ്രോബ്ലം അല്ല. നിങ്ങൾ കല്യാണം കഴിച്ചപോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും കല്യാണം കഴിച്ച് ഈ കണ്ട ജീവിതം മൊത്തം ജീവിച്ചത്. ഇത് നിങ്ങൾ കല്യാണം കഴിച്ചതിൻ്റെ പ്രോബ്ലം അല്ല. ഗ്രാജ്വലി മനുഷ്യൻ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ടൈം ലൈനിൻ്റെ വ്യത്യാസമാണത്. അതിങ്ങനെ തന്നെയാണ് പോകുന്നത്. നിങ്ങളെന്നല്ല ഇതിന് മുമ്പത്തെ തലമുറകളെല്ലാം ജീവിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ കഴിഞ്ഞുള്ള തലമുറയും ജീവിക്കാൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പകുതി പ്രശ്നം കഴിഞ്ഞു. ഇതാണ് എനിക്ക് ഇവിടുത്തെ തലമുറ അല്ലെങ്കിൽ ഇവിടുത്തെ ജനറേഷൻ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ വന്നത്. എൻ്റെ ഇത്രയും ചുറ്റുപാട് നടക്കുന്ന കൂട്ടുകാരെ എല്ലാം ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ മെൻ്റലിയോ ഒരു വലിയ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, നിങ്ങൾക്കത് ഒറ്റയ്ക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല, യു നീഡ് എ സപ്പോർട്ടിങ് ഹാൻഡ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര പേരെ ആത്മാർത്ഥമായിട്ടാ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ടൊരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഒരുപാട് പേർക്കും ഒരുമാതിരി ഇപ്പോൾ ഒരു അന്തം വിട്ട അവസരമായിരിക്കും നിങ്ങളെന്നെ കേൾക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്. ചിലരൊക്കെ തല കുടിക്കുന്നവരായിരിക്കും, ഉണ്ട് എന്ന് നിങ്ങൾ തല കുടിക്കുന്നുണ്ടായിരിക്കും. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഇങ്ങനെയൊന്ന് കേട്ട് നോക്കി, നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവനൊരു പ്രശ്നം ഉണ്ടായി, അവനിങ്ങനെ ആത്മഹത്യയുടെ വക്ക് നിൽക്കുവാണ്. അപ്പോൾ അവൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നെ അവൻ വിളിക്കും.
എന്ത് സപ്പോർട്ടിനും കുഴപ്പമില്ല, എനിക്ക് അവനെ വിളിച്ചാൽ മതി, എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് എന്നെ അവൻ കേൾക്കുമെന്ന് തോന്നുന്ന എത്ര കൂട്ടുകാർ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആരുടെയും ജീവിതത്തിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫിഗറാണോ? അതിന് ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വാചകത്തിന് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇത്രയേ ഉള്ളൂ ജീവിതം. ഈ 2 എണ്ണത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് കയറി നിൽക്കാൻ പറ്റണം. അത് നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് നിങ്ങൾക്ക് തിരിച്ചും കിട്ടേണ്ടത് എന്ന് നിങ്ങളൊന്ന് ഓർത്താൽ മാത്രം മതി. ജീവിതത്തിലെ പകുതി പ്രശ്നം കഴിഞ്ഞു. 40 കഴിയുമ്പം നമുക്ക് റിയലൈസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ റിയലൈസേഷനാണ് ഞാനീ പറയുന്നത്. ഇതൊരു 20 ഇവിടെ വന്ന് നിൽക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും, കാരണം യൂണിവേഴ്സിറ്റി കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും വർക്ക് പെർമിറ്റ് എടുത്തും, ചിലർ നാട്ടിലോട്ട് പോയി, ചിലർക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. ഇതെല്ലാം ഇത്രയും നാളും ആ ഒരു സിറ്റിയുടെ 4 ചുറ്റും അവിടെ ഇവിടെയെല്ലാം നിൽക്കുകയും പാർട്ടികൾ പോവുകയും കറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒറ്റയ്ക്കായി ഓരോ വഴിക്ക് പിരിഞ്ഞു പോയി. ഇപ്പോഴും അവർ വർഷത്തിൽ ഒരിക്കൽ കൂടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പിരിഞ്ഞു പോയി. ഇപ്പോൾ അവർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ആയി, അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആരംഭിച്ചു, കല്യാണം നോക്കി തുടങ്ങി, പിന്നെ കല്യാണം കഴിച്ച ആൾക്കാർക്ക് കൊച്ചുങ്ങളുണ്ടായി തുടങ്ങി. ജീവിതത്തിനകത്തെ രീതി മാറി. പണ്ടത്തെ കൂട്ട് കിട്ടുന്നില്ല, പുതിയ കൂട്ടുകൾ ഉണ്ടാക്കുന്നൊന്നും ശരിക്കും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ 20 മുതൽ 30 ആൾക്കാരും 30 മുതൽ 40 വർക്ക് ലൈഫിലോട്ട് കയറി പ്രഷറുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരോട് ഞാൻ കേട്ടിരിക്കുന്നു, അവർ പറയുന്നിടത്തെല്ലാം ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരെന്നെ എല്ലാ കാര്യത്തിലും ഹൈഡ് ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഓഫ് ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്ന 30 മുതൽ 40 ആൾക്കാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, 40 കഴിഞ്ഞ് ഇതാണ് ജീവിതം. നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്യുക എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒത്തിരി മാർഗ്ഗമുണ്ട്. ഇപ്പം എൻ്റെ സന്ദീപ് പോലത്തെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ അസോസിയേഷൻ പരിപാടികൾ, ഒരു അവിടുത്തെ സൊസൈറ്റിക്കകത്ത്, ഇപ്പോൾ മലയാളി അസോസിയേഷൻ ആയിക്കോട്ടെ, മലയാളി കൂട്ടായ്മകളായിക്കോട്ടെ, സമാജത്തിൻ്റെ പരിപാടികളായിക്കോട്ടെ, പള്ളി പരിപാടികളായിക്കോട്ടെ, ഭയങ്കര ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ മെത്തേഡാണ്, അവർ ഡിഫെൻഡ് ചെയ്യുന്ന വഴിയാണത്. അവരുടെ കൂട്ടുകളെയും അവരുടെ സർക്കിളിനെയും വലുതാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിക്കുന്ന പുതിയ മേച്ചിൽപ്പുറങ്ങൾ, അത്രേ ഉള്ളൂ. അത് തെറ്റോ ശരിയോ എന്നുള്ളത് പറയാൻ നമ്മൾ ആളല്ല. അവൻ അതിൽ ഹാപ്പി ആണെങ്കിൽ ദർ ഇസ് നത്തിങ് ടു ഡിഫെൻഡ് അബൌട്ട്. അതാണ് ഓരോരുത്തരുടെ മെത്തേഡ്. പക്ഷെ അവന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഹാപ്പി ആയിട്ട് കൂട്ടുകാരെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ആ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതുകൊണ്ടായിരിക്കും. അത് അവൻ്റെ ഭാഗത്തുനിന്ന് അത് ശരിയാണ്, അത്രേ ഉള്ളൂ. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊടുത്ത് പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വഴികൾ കണ്ടുപിടിക്കും. എനിക്ക് അടുത്തുള്ള 3-4 കൂട്ടുകാർ, അവരുടെ ട്രിപ്പുകൾ, അവരുടെ ഫാമിലി കൂട്ടായ്മകൾ, അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇതേ വസ്തു ഇപ്പോൾ കസിൻസ്, അനിയത്തി ചെടുത്തി, അങ്ങനത്തെ കുടുംബങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്നിട്ട് കുടുംബ സംഗമങ്ങൾ നടത്തുന്ന കുടുംബക്കാരുണ്ട്. അത് നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. അവർക്ക് അത് അവരുടെ രീതിയാണ്. അവർക്ക് അത് ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകും, പുതിയ ആൾക്കാരെ പരിചയപ്പെടും. നിങ്ങളങ്ങനെ വളർന്ന് നിങ്ങളുടെ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഫ്രണ്ട്ഷിപ്പ്, അല്ലേ? എങ്കിൽ ഏത് മെത്തേഡിലാണ് മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. ഇതെല്ലാം ഓരോ വഴികൾ മാത്രം. ഇതൊന്നും അൾട്ടിമേറ്റ്ലി ശരി തെറ്റെന്ന് പറയാനായിട്ട് ആരും ആളല്ല, ഞാൻ ഒട്ടും ആളില്ല. അനുഭവങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.